ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സാന്ദർഭികമായ ഒരു ഉപദേശം നൽകുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതായതുകൊണ്ടാണ് അല്പസമയം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിലെ ആ വാക്കിന്റെ അർത്ഥം വിടുവിക്കാൻ ആവാത്ത വഹം എന്നാണ്. വിടുവിക്കാനാവാത്ത കെട്ട്. മിസാഖൻ ഗലീള എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച, സുദൃഢമായ കരാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച മഹത്തായ ഈ കെട്ടിലൂടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാകുമ്പോൾ ലോകത്തുള്ള മറ്റെല്ലാ ബന്ധങ്ങളെയും അതിജയിക്കുന്ന ഒരു ബന്ധമായി, അതിനേക്കാൾ അപ്പുറം മറ്റൊരു ബന്ധം മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയാത്ത ആ ഒരു തലത്തിലേക്ക് മാറുകയാണ്. ഇത് അള്ളാഹു പറയുന്നത് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ഇത് എന്നാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്കിടയിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇടകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. എന്തിന്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനപൂർവം അവളിലേക്ക് ചെന്നണയാൻ, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ, ശാന്തി കിട്ടാൻ നിങ്ങൾക്കൊരു തുണ വേണം, ഒരു ഇണ വേണം. അത് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. ലോകത്ത് ഒരു കോഴിയും അതിന് സമാധാനം കിട്ടാൻ വേണ്ടി അതിന്റെ പിടക്കോഴിയുടെ അടുത്തേക്ക് ചെല്ലാറില്ല. ഒരു മൂരിയും ഒരു പശുവിന്റെ അടുത്തേക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പോകാറില്ല. ലോകത്തിലെ ഒരു പക്ഷിയോ ഒരു മൃഗമോ സമാധാനം കിട്ടാൻ വേണ്ടി തന്റെ ഇണയുടെ അടുത്തേക്ക് പോകാറില്ല. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇണയുടെ അടുത്ത് എത്തണം. അത് ഞാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ച് ആകെ പേടിച്ച് വിറച്ച് 3 പ്രാവശ്യം ജിബ്രീൽ അണച്ചു കൂട്ടിയിട്ട് ഇഖ്റഅ് 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 എന്ന് പറഞ്ഞപ്പോഴൊക്കെ മാ അന ബിഖാരിൻ മാ അന ബിഖാരിൻ മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് ഇഖ്റഅ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന തുടക്കത്തിലെ ആ 4-5 ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ ഭയചകിതനായി ഓടി വീട്ടിലേക്ക് എത്തുകയാണ്. സമിലൂനി സമിലൂനി ഖദീജ എന്ന് പറഞ്ഞിട്ട്, എന്നെ പുതപ്പെട്ടുമുടു, എന്നെ പുതപ്പെട്ടുമുടു, എനിക്ക് ആകെ പേടിക്കുന്നു, വിറക്കുന്നു. നമ്മളത് ഈയിടെ സമിലൂനി ഖദീജ എന്നുള്ളൊരു പാട്ടൊക്കെ ആയിട്ട് അത് കേൾക്കുന്നുണ്ട്. അതൊരു പാട്ടിന്റെ ഇതിവൃത്തം മാത്രമല്ല, അതൊരു ചരിത്രമാണ്. പ്രയാസത്തിന്റെ, വേദനയുടെ, പേടിയുടെ, ഒറ്റപ്പെടലിന്റെ, എല്ലാം നഷ്ടപ്പെട്ടു, എന്താണ് എനിക്ക് സംഭവിച്ചതെന്നറിയാതെ നെടുവീർപ്പെടുന്ന വേളയിൽ അഭയമായി ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് ചേരുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി ചരിത്രത്തിലുണ്ട്, ഇല്ല, അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല. അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പുന്നവനാണ്, ആളുകളുടെ വിഷമങ്ങൾ നീക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു കൈവടിയുകയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ചെന്ന് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതൊക്കെ നമുക്കറിയാം, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനപൂർവ്വം ചെന്നണയാൻ അള്ളാഹുവിന്റെ റസൂൽ ചെന്നണഞ്ഞതിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ പ്രണയവും കാരുണ്യവും നിറച്ചു തന്നിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ എത്രയോ ആലോചിക്കാനുണ്ട്. വമിൻ ആയാതിഹി, അവന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ അതിൽ ചിന്തിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് ഇടയിൽ അള്ളാഹു പറഞ്ഞ ജീവിതമാണ് ഈ ദാമ്പത്യ ജീവിതം.